അസ്സലാമു അലൈക്കും. വയനാട്ടിലുണ്ടായ ചുരൽമലയിലെ ആ ദുരന്തം അത് നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അത്രമേൽ വേദനയുണ്ടാക്കിയ, പ്രയാസമുണ്ടാക്കിയ ഒരു ദുരന്തമായിരുന്നു അത്. ഒറ്റ രാത്രി കൊണ്ടെല്ലാം തകർന്നടിഞ്ഞത് അവരുടെ വീടുകളും സ്വത്ത് സമ്പാദ്യങ്ങൾ മാത്രമായിരുന്നില്ല, അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു. ആ മരണപ്പെട്ടു പോയവരിൽ എല്ലാ നാനാജാതി മതസ്ഥരുമുണ്ടായിരുന്നു. ആ മരണപ്പെട്ടുപോയ എല്ലാവരെയും ഒരു പൊതു ശ്മശാനത്തിലായിരുന്നു അടക്കം ചെയ്തത്. എന്നാൽ ആ സഹോദരങ്ങളെ അടക്കം ചെയ്ത ചുരൽമലയിലെ ആ ഖബർസ്ഥാനിന്റെ ഇപ്പോഴത്തെ ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നെഞ്ചു പൊട്ടിപ്പോകും. അത്രമേൽ വേദനയുളവാക്കുന്ന കാഴ്ച. നമുക്കറിയാം, ഒരുപാട് നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് നാസർ മാനു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും കൂടി അവിടേക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാഴ്ചകൾ അവരുടെ ക്യാമറയിൽ പകർത്തി. നമസ്കാരം, ഞാൻ നാസർ മാനുവാണ്. ഞാനിന്നുള്ളത് നമ്മുടെ ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട വയനാട്ടിലെ നമ്മുടെ കൂടപ്പറപ്പുകളെ സ്വർഗീയ ഭവനത്തിലുള്ളത്. അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്താണ്. ഇവിടെ നിവേദ്, ധ്യാന്, ഇഷാൻ എന്ന കുഞ്ഞുമക്കളെ ഫോട്ടോ കണ്ടു. അവർക്ക് കളിക്കാൻ അവരുടെ കുടുംബം, അച്ഛനും അമ്മയും കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അത് സ്വന്തമല്ല, സുന്ദരമായ പൂവൊക്കെ അവരെ ഈ സ്വർഗീയ ഭവനത്തിലുണ്ട്. ഈ സ്വർഗീയ ഭവനം തന്നെ ആവട്ടെ അവരെ അവരുടെ മണ്ണിന്റെ പരലോക ജീവിതത്തിൽ അവർക്ക് സ്വർഗം കൊടുക്കട്ടെ പഠിച്ചു. കണ്ടില്ലേ, ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ 3 പിഞ്ചോമന മക്കളുടെ ആ ഖബറിന് മുകളിൽ അവരുടെ മാതാപിതാക്കൾ അവർക്ക് കളിക്കാനെന്നോണം 3 കളിപ്പാട്ടങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നു. തങ്ങളുടെ പിഞ്ചോമന മക്കളെ ആ മാതാപിതാക്കൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ ബാക്കി വീഡിയോ കൂടി കാണാം. ഇവിടെ നിന്ന് കാണുമ്പോൾ അവരെ ചില ഓരോരുത്തർ ഇതിൽ എഴുതി വെച്ച് കാണുമ്പോൾ അത്ഭുതമാണ്. ജാതിക്കും മതത്തിനൊക്കെ അപ്പുറം ഒറ്റ ആൾറെഡി മണ്ണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ പരിഗണനയുള്ള മണ്ണ്, വ്യത്യാസമില്ലാത്ത വീട്. ഇതിൽ എഴുതി വെച്ച് കണ്ടപ്പോൾ മനസ്സൊന്ന് വല്ലാതെ വേദനിച്ചു. അച്ഛ, അമ്മേ, ഞങ്ങൾ ഇന്ന് സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു കൂട്ടം കാവൽ മാലാക്കന്മാർക്ക് നടുവിലാണ്. പക്ഷേ ഞങ്ങളുടെ അച്ഛനും അമ്മയും കൂടെയില്ലല്ലോ എന്ന സങ്കടമാണ് ഞങ്ങളെ അലട്ടുന്നത്. എങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വാക്കിന്റെ അർത്ഥം തന്നെ കേൾക്കുമ്പോൾ എന്തോ ഒരു സങ്കടമാണെന്ന് പറയണ്ടില്ല. നാസർ മാനുക്കയുടെ സംസാരത്തിൽ നിന്നും അദ്ദേഹം വല്ലാതെ വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ കാഴ്ച കാണുമ്പോൾ ആരുടെയും മനസ്സ് വല്ലാതെ പിടഞ്ഞു പോകും. അത്രമേൽ വേദനയുണ്ടാക്കുന്ന കാഴ്ചകളാണ്. ആ മരണപ്പെട്ട് കിടക്കുന്നവരിൽ കുഞ്ഞുമക്കളുണ്ട്, പ്രായമുള്ളവരുണ്ട്. തൊട്ടടുത്തായി അപ്പുറത്തും ഇപ്പുറത്തും ഭാര്യയും ഭർത്താവിനെയും മക്കളെയും ഒക്കെ അടക്കം ചെയ്തിരിക്കുന്നു. അതിലെല്ലാ നാനാജാതി മതസ്ഥരുമുണ്ട്. എല്ലാവർക്കും ഒരേ ശ്മശാനം. ഏതായാലും നമ്മളൊക്കെ നാട്ടിൽ ഇപ്പോഴും നമ്മുടെ ചുരൽമല മുണ്ടക്കൈ ദുരന്തങ്ങളും നമ്മുടെ കൊറോണയും നമ്മുടെ നിപ്പയും പ്രളയങ്ങളൊക്കെ മറന്നു കഴിഞ്ഞു. ജാതി മതമൊക്കെ പറഞ്ഞിട്ടാണ് പരസ്പരം വാശിയും വൈരാഗ്യമായിട്ടും ജീവിക്കുക. ഒരു അതിർത്തർക്കം കൂട്ടിക്കൊണ്ട് ഒരു കല്ലിന്റെ പ്രശ്നത്താൽ അല്ലെങ്കിൽ ഒരു അടി വഴിക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരക്കൂടുക. വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറില്ല. ഇതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആളുകൾ ഇങ്ങനെ പരസ്പരം തമ്മിൽ തല്ലുകയാണ്. ചെറിയൊരു അതിർത്തി തർക്കത്തിന്റെ പേരിലൊക്കെ പരസ്പരം തമ്മിലടിക്കുന്നു, പോരടിക്കുന്നു. അത്തരം ആളുകളൊക്കെ കാരണം ഈ കാഴ്ച കണ്ടില്ലേ. എല്ലാ മതസ്ഥരും എല്ലാവരും ഇവിടെയുണ്ട്. ഇവിടെ ജാതിയും മതവുമില്ല, അതിർത്തികൾക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങളില്ല, കലഹങ്ങളില്ല. പക്ഷെ ഇങ്ങനൊരു ദിവസം നമുക്കൊക്കെ ഉണ്ട്. ഇങ്ങനൊരു വന്ന് കിടക്കേണ്ടേ, അത് ശ്മശാനത്തിലായാലും ആറടി മണ്ണ് ഖബർസ്ഥാനായാലും. ഇവിടെ സജിമോൻ VS അടുത്ത ഖബർ കാണാം. റഹ്മത്ത് ലത്തീഫ് അടുത്ത ഖബർ കാണാം. സുദേവൻ എന്ന അദ്ദേഹത്തിന്. അപ്പൊ ഈ 3 എണ്ണം കിടക്കുന്നുണ്ടല്ലോ. ഇവരെ വീടുകൾ സുരക്ഷിതമായ വീടാ. ഇവിടെ മുസ്ലിം ഇല്ല, ഹിന്ദു ഇല്ല, ക്രിസ്ത്യാനില്ല, എല്ലാം ഒരേ 6 അടി മണ്ണ് മാത്രം. ഇതാണ് നമുക്കൊക്കെ ഉള്ളത്. അത് ശ്മശാനത്തിലായാലും ഖബർസ്ഥാനായാലും ഈ ഭൂമി തന്നെ, ഈ കിടക്കുന്ന സ്ഥലത്തിന്റെ വലിപ്പം കണ്ടില്ല. ഇതാണ് നമുക്കുള്ള വീടിന്റെ വലിപ്പം. ഇതിനു വേണ്ടിയാണ് നമ്മൾ നാട്ടില് എന്തെല്ലാം പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി നമ്മൾ പരസ്പരം വൈരാഗികളായി ജീവിക്കുന്നു. സമ്പാദിച്ചു കൂട്ടാൻ എല്ലാവരും ഓടല്. പക്ഷെ അതിലിടക്ക് ഒരു വീഴ്ച നമുക്ക് പടച്ചവൻ മരണം എപ്പോഴാ തരുന്ന ആർക്കും അറിയില്ല. ഏത് സെക്കൻഡിലും വരാം, ഏത് സമയത്തും നമ്മൾ പോയേ പറ്റൂ. അപ്പൊ ഇവിടുന്ന് നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് പരസ്പരം മനുഷ്യനെ സഹായിക്കാനും സ്നേഹിക്കാനും വഴിയും വെള്ളവും ഒക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ എത്ര സുരക്ഷിതമായ സ്ഥലത്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, അതൊന്നും നമുക്ക് സുരക്ഷിതമല്ല. നമ്മൾ വെറും ഒരു വിരുന്നുകാർ മാത്രമാണ്. അദ്ദേഹം എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. എന്നായാലും നമ്മളെ മരണം പിടികൂടും. നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ സമ്പാദ്യങ്ങൾക്കൊന്നും ഈ മരണത്തെ തടുക്കുവാൻ കഴിയില്ല. ആ മരണം എങ്ങനെയാണ്, എവിടെ വെച്ചാണ്, ഏത് രൂപത്തിലാണ് വരുന്നത് എന്നും നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഈ അൽപായുസമുള്ള ഈ ഭൂമി ലോകത്താണ് മനുഷ്യന്മാർ പരസ്പരം തമ്മിലടിക്കുന്നത്.
പണത്തിനു വേണ്ടി, അധികാരത്തിനു വേണ്ടി മരത്തിന് പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യന്മാർ തമ്മിലടിക്കുകയാണ്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരു സഹോദരൻ, അദ്ദേഹം ആ ഒരു ഖബർസ്ഥാൻ്റെ കാഴ്ച കണ്ട് ഇങ്ങനെ വിങ്ങി പൊട്ടുകയാണ്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊന്ന് നമുക്കൊന്ന് കേൾക്കാം. എന്താ വേണ്ടത് നമുക്ക് ചെയ്യാൻ കഴിയാം? നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പം ഇവിടെ ഇരുന്നിട്ട് നാനാ മതക്കാർക്കും കൂടെ വേണ്ടി ഓതുന്ന കണ്ട്, ഖുർആൻ ഓതിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് അവർക്ക് മനസ്സിലാക്കി പ്രാർത്ഥിക്കാനും ഇനി നമുക്ക് തിരുത്താനും നമുക്ക് ചിന്തിക്കാനും നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറാനൊക്കെ ഇത് പടച്ചമ്പരം കാണിച്ചത്. ഇവരൊക്കെ സ്വർഗ്ഗത്തിൽ ഉന്നത പദവിയിലുള്ള മനുഷ്യരാണ്. കാരണം ഇവരെ ഒരു രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായ ആൾക്കാർ. ഒരു സ്വപ്നം പോലെയാണ് അവർക്കെല്ലാം സംഭവിച്ചത്. നാളെ നമ്മളും പോലെ ഞങ്ങളെ മങ്കട ബ്ലോക്ക് മെമ്പർ മമ്മൂട്ടിയാക്കേണ്ടത് അദ്ദേഹം ഇവിടെ വന്ന് ആദ്യമായിട്ട് കാണാണ്. സഹോദരന്മാര്, നമ്മുടെ സഹോദരിമാര്, നമ്മുടെ ഉപ്പമാരും നമ്മുടെ മക്കളാണ് ഈ കിടക്കുന്നതൊക്കെ. കാണാൻ വയ്യ, കാണാൻ കഴിയില്ല. ആരിപ്പോ ഒരൊറ്റ ദിവസം കൊണ്ട് കുടുംബത്തിലെ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ഒന്ന് സംസാരിക്കാനോ കൂടുതൽ സമയം കിട്ടി. കണ്ടില്ല ഇവിടെ സുധാവേട്ടനും പിന്നെ റഹ്മത്തും പിന്നെ സജിമോനൊക്കെ ഒരുമിച്ച് കിടക്കുന്നത്. അവിടെ ഈ പിന്നെ മുസ്ലിം ഇല്ല, ക്രിസ്ത്യൻ ഇല്ല, ഹിന്ദു ഇല്ല, മനുഷ്യനാണ് അല്ലേ? അതാണല്ലോ. ആ കുട്ടികളെ 3 കുഞ്ഞു മക്കളെ അച്ഛനും അമ്മയും ആ ഒരു പിന്നെ കളിപ്പാട്ടങ്ങൾ വരെ കൊണ്ടു കൊടുത്തിട്ടുണ്ട. നോക്കൂ, ആ മനുഷ്യന്റെ കണ്ണീര് കണ്ടോ, പ്രയാസം കണ്ടോ? ആ കാഴ്ച കണ്ട ആ മനുഷ്യൻ ഇങ്ങനെ വിതുമ്പുകയാണ്. എങ്ങനെയാണ് നമുക്ക് ആ കാഴ്ച കണ്ട് കരയാതിരിക്കാൻ കഴിയുക? ഈ ചൂരൽമലയിൽ വീടുകളൊക്കെ തകർന്നു പോയ ഒരുപാട് ആളുകൾ ഇപ്പോഴും അവിടെ ജീവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി സർക്കാരും അതോടൊപ്പം മുസ്ലിം ലീഗ് അടക്കമുള്ള പല രാഷ്ട്രീയ പാർട്ടികളും മറ്റു സന്നദ്ധ സംഘടനകളുമൊക്കെ അവർക്കൊരു വീട് നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ നാസർ മാനുഖയും ഇത്തരത്തിൽ ആ വീടുകൾ നിർമ്മിക്കാനുള്ള ഭവന പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം അതിനെക്കുറിച്ചും പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഇതിൽ ഈ മരിച്ചുപോയ കൂടപ്പിറപ്പുകൾക്ക് വീട് നിർമ്മാണമായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഈ മാസം ലാസ്റ്റേക്ക് നമുക്ക് ഏകദേശം 54 കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചാൻ കഴിയും. അതിന് ആൾക്കാരെ തെരഞ്ഞെടുക്കാൻ വന്നാൽ ഞങ്ങൾ, കാരണം സർക്കാരിന്റെ ആനുകൂല്യങ്ങളും അതേമാതിരി നമ്മുടെ മറ്റുള്ള സന്നദ്ധ സംഘടനകളുടെ ആനുകൂല്യങ്ങളും കിട്ടാത്ത വ്യക്തികളെ തെരഞ്ഞെടുക്കാൻ വന്നാണ്. അതിന് ഞങ്ങൾ ചുരങ്ങൾക്ക് പോകുമ്പോൾ മമ്മൂട്ടിയാക്കിയിട്ടും ഖബർസ്ഥാനം ഒന്നും കണ്ടില്ല. നമ്മളെ എല്ലാ വിഭാഗം ആൾക്കാരും മനുഷ്യർ ഒരുമിച്ച് കിടക്കുന്ന ഖബർസ്ഥാനം ഒന്ന് കാണാൻ വന്നു പറഞ്ഞപ്പോൾ ഇവിടേക്ക് വന്നാണ്. നമുക്ക് പുറപ്പുറപ്പുകൾ ഒട്ടനവധി ആൾക്കാർ, ഇങ്ങനെ ജാതിയോ മതമോ ഒന്നും ഇല്ല, എല്ലാവരും ഒരുമിച്ച് കണ്ട കാഴ്ച ഞങ്ങൾ നെഞ്ഞ് പൊട്ടി. ഞങ്ങൾക്ക് കൂടുതലുള്ളവർക്ക് കഴിഞ്ഞ് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവർക്ക് പരലോകം എല്ലാവരും സ്വർഗത്തിലാക്കി എല്ലാവർക്കും നല്ല സുഖം കൊടുത്തു. ഇവർക്ക് നല്ല ജീവിതം നാളെ മനുഷ്യരെ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. നോക്കൂ, ഒരിക്കലും നാം ഇവരെ മറന്നു പോകരുത്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഇവരെ ഉൾപ്പെടുത്താൻ മറക്കരുത്. അവർക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹു മരണപ്പെട്ടു പോയ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. അള്ളാഹു അവർക്കെല്ലാവർക്കും സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ.